സമീപകാലത്തൊന്നും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച കോൺഗ്രസ് പാർട്ടി 60 വർഷക്കാലം തുടർച്ചയായി രാജ്യം നയിച്ചു. ദീർഘകാലം ഇന്ത്യയെ നയിച്ച കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ്. ഒരു കാലത്ത് രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. ആ കോൺഗ്രസ് പാർട്ടി ഇന്ന് അധികാരത്തിലുള്ളത് നാമമാത്രമായ സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. പാർട്ടി പിറവികൊണ്ട ഗുജറാത്തിലെയും പശ്ചിമ ബംഗാളിലെയും സംസ്ഥാന ഭരണം കോൺഗ്രസിന് നഷ്ടമായിട്ട് എത്രയോ വർഷങ്ങളാകുന്നു. എവിടെയാണ് കോൺഗ്രസിന് പിഴച്ചതെന്ന് പരിശോധിച്ചാൽ അധികാര ദുർവിനിയോഗത്തിന്റെയും അഹങ്കാരത്തിന്റെയും പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടി വരും. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും അതിനു പിന്നാലെ ഉണ്ടായ അതിജീവന പോരാട്ടങ്ങളും എല്ലാം കോൺഗ്രസ് ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം തകർന്നു തരിപ്പണമായ ഒരു രാജ്യത്തെ ഇന്ന് കാണുന്ന വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതും കോൺഗ്രസ് തന്നെയാണ്. എന്നാൽ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ ചില ആളുകൾ അധികാരം എന്നത് മറ്റു പലതിനുമുള്ള കുറുക്കുവഴിയായി തോന്നിയ ഇടത്താണ് കോൺഗ്രസിന് തകർച്ച ആരംഭിക്കുന്നത്. ആശയപരമായ തകർച്ചയൊന്നും ഇന്നും രാജ്യത്തെ കോൺഗ്രസിന് സംഭവിച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്ന് നോക്കിയാൽ ചില നേതാക്കൾക്ക് പിഴച്ചു എന്ന് വേണം മനസ്സിലാക്കുവാൻ. കോൺഗ്രസ് തനിച്ചായിരുന്നു ആദ്യമൊക്കെ രാജ്യത്തിന്റെ അധികാരത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഘടകകക്ഷികളായി പലരും വന്നു. ഈ ഘടകകക്ഷികളിൽ പലരുടെയും അധികാര താല്പര്യങ്ങളിൽ പെട്ടുപോയതും കോൺഗ്രസ് മാത്രമാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ നടത്തിയ നേതാക്കളുടെ കൂട്ടത്തിൽ ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും ഉണ്ടാകില്ല. ചില ഘടകകക്ഷി നേതാക്കളുടെ അഴിമതി കഥകളുടെ പാപഭാരം ചുമക്കേണ്ടി വന്നത് കോൺഗ്രസ് നേതാക്കളായിപ്പോയി എന്ന് മാത്രം. ഏതായാലും കോൺഗ്രസിന്റെ വളർച്ച പടവലങ്ങ പോലെ താഴേക്കാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അല്പമെങ്കിലും പ്രതീക്ഷ അവശേഷിക്കുന്നുള്ളൂ. ഒരുപക്ഷെ കേരളത്തിലും പാർട്ടി രക്ഷപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാം കെ.സി. വേണുഗോപാലിന്റെ കരങ്ങളിൽ ഭദ്രമാണെന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. ഹൈക്കമാൻഡ് അറിയുന്നില്ലല്ലോ കേരളത്തിലെ ആകെയുള്ള മണ്ണും ഒലിച്ചു പോവുകയാണെന്നത്. പറഞ്ഞു വരുന്നത് ഇനി കേരള രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി ഒന്നുമല്ലാതെ പോകുന്ന ദിവസങ്ങളാകും ഇനി ഉണ്ടാവുക. അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന ചില ചരടുവലികൾ കേരള രാഷ്ട്രീയത്തെ വല്ലാതെ പിടിച്ചുകുലുക്കുന്നതാവും. CPM-ന് ചെറിയ സന്തോഷവും BJP-ക്ക് വലിയ സന്തോഷവും ലഭിക്കുന്ന സംഭവ വികാസങ്ങൾ ഒരു മാസത്തിനുള്ളിൽ കേരളത്തിൽ നടക്കും. കോൺഗ്രസ് പാർട്ടി കുറച്ചു നാളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഐക്കണായി ഉയർത്തിക്കാട്ടുന്ന നേതാവാണ് ശശി തരൂർ. തരൂരിനെ മുൻനിർത്തി മാത്രമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് വിജയിച്ചു വരാൻ കഴിയുന്നത്. തരൂരല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ സ്വപ്നം കാണുവാൻ പോലും കോൺഗ്രസിന് തിരുവനന്തപുരത്ത് കഴിയില്ല. തരൂരിന്റെ ജനസ്വീകാര്യതയും അറിവും കോൺഗ്രസ് പാർട്ടിക്ക് തിരുവനന്തപുരത്തെ വോട്ട് ബാങ്കാണ്. ആ തരൂർ അധികം വൈകാതെ കോൺഗ്രസിനോട് ടാറ്റ ബൈ ബൈ പറയുമെന്നാണ് ഡൽഹിയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ജൂൺ മാസം അവസാനം എത്തുമ്പോൾ തന്നെ തരൂർ കോൺഗ്രസ് വിട്ടേക്കാം. എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തരൂരിനെ BJP-യിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന് പുറത്തേക്കോ എത്തിക്കുവാൻ തിരക്കിട്ട നടപടികളും ഡൽഹിയിൽ പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് മോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതെന്നും അറിയുന്നു. തരൂർ ആളൊരു വിശ്വപൗരനും ജനകീയനുമൊക്കെ ആണെങ്കിലും കോൺഗ്രസിന് ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ തരൂർ ഒരു ഒഴിയാബാധ കൂടിയാണ്. കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നപ്പോൾ ഖാർഗെയോടൊപ്പം തരൂരും മത്സരത്തിനിറങ്ങിയിരുന്നു. ഉയർന്ന ഭൂരിപക്ഷത്തിൽ മല്ലികാർജുൻ ഖാർഗെ AICC-യുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും തരൂർ തന്നെ കൊണ്ട് കഴിയുന്ന കരുത്തുകാട്ടി. ആ കരുത്തുകാട്ടൽ കേരളത്തിലെ നേതാക്കളെ അടക്കം ഞെട്ടിക്കുന്നതായിരുന്നു. കോൺഗ്രസോ CPM-ഓ BJP-യോ ആകട്ടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ചട്ടക്കൂടാണ്. ചട്ടക്കൂടിന് പുറത്തേക്ക് ഒരു നേതാവ് സ്വയം വളരുവാൻ പരിശ്രമിക്കുമ്പോൾ ആ നേതാവ് ഏത് പാർട്ടിക്കും ബാധ്യതയാണ്. തരൂർ കോൺഗ്രസിന് അത്തരത്തിൽ ഇന്നിന്റെ ബാധ്യതയാണ്. കോൺഗ്രസിന് ബാധ്യതയാണെങ്കിലും തരൂരിനെ BJP പ്രതീക്ഷയുടെ പുതുനാമ്പായിട്ടാണ് കാണുന്നത്. തരൂർ അധികം വൈകാതെ കോൺഗ്രസ് വിടുമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് നിലമ്പൂരിലേക്ക് തരൂരിനെ പാർട്ടി അടുപ്പിക്കാത്തത്. നിലമ്പൂരിലേക്ക് അടുപ്പിക്കാത്തത് മാത്രമല്ല, കോൺഗ്രസിലെ അതിവേഗത്തിൽ വളരുന്ന ഒരു പോഷക സംഘടനയാണ് പ്രൊഫഷണൽ കോൺഗ്രസ്. വിവിധ തൊഴിൽ മേഖലകളിൽ ജോലിയെടുക്കുന്ന അനേകായിരം പ്രവർത്തകർ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ട്. അതിന്റെ ചുമതല ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവും ശശി തരൂർ തന്നെയായിരുന്നു. എന്നാൽ തരൂരിന് ആ ചുമതലയിൽ നിന്നും പാർട്ടി ഒഴിവാക്കുകയായിരുന്നു. കഴിയുന്നത്ര ഒഴിവാക്കുമ്പോഴും തരൂർ കൂടുതൽ മുന്നോട്ട് വരുന്ന സ്ഥിതിയാണ് കാണുന്നത്. തരൂരിന്റെ മുന്നോട്ട് വരവ് കോൺഗ്രസിലല്ല എന്ന് മാത്രം.
സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഏറെയും തരൂരിനെതിരെയാണ്. ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം തരൂരിന് മോദിയോടും പിണറായിയോടുമുള്ള അടുപ്പമാണ്. കേരളത്തിലെ കോൺഗ്രസുകാരുടെ പ്രധാന ശത്രു പിണറായി വിജയനാണ്. അത് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയും. ഈ രണ്ടുപേരോടും തരൂരിന് അല്പസ്വല്പം ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തരൂരിനെ ഇപ്പോൾ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തരൂരിന് കോൺഗ്രസ് വിട്ടാലും കേരളത്തിലെ കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് നേതാക്കൾ പറയാതെ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ ചിലത് പാളുമെന്നാണ് മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ശശി തരൂർ മാത്രമല്ല കോൺഗ്രസ് വിടുക എന്നാണ് ചില വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നത്. KS ശബരീനാഥൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും കോൺഗ്രസ് വിടുമെന്ന സൂചനയും ചിലർ നൽകുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കുറെ നാളുകളായി ശബരീനാഥനും അസ്വസ്ഥനാണ്. ഭാര്യ ദിവ്യ S അയ്യറിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന സൈബർ ആക്രമണങ്ങളിൽ ശബരീനാഥൻ അസ്വസ്ഥനാണ്. പരസ്യമായി സ്വന്തം ഭാര്യയെ തള്ളി പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ അത് പറയുന്നത് ശബരിക്ക് അത്ര താല്പര്യമില്ല. ചിലരാകട്ടെ ശബരീനാഥിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോലും പരിഹാസങ്ങളുടെ അമ്പെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് ശേഷം മറ്റു സുപ്രധാന പദവികളിലേക്ക് ശബരിയെ പരിഗണിക്കാത്തതിന്റെ വിദ്വേഷവും അദ്ദേഹത്തിനുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായിരുന്നു G കാർത്തികേയൻ. പ്രതിസന്ധികൾ പറഞ്ഞ പല കാലഘട്ടങ്ങളിലും പാർട്ടിയെ തിരികെ കൊണ്ടുവരാൻ കണിഞ്ഞു പരിശ്രമിച്ചതും G കാർത്തികേയനായിരുന്നു. ആ കാർത്തികേയന്റെ മകന് ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു സുപ്രധാന പദവിയുമില്ല. തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് പല ആവർത്തി ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഇതിലെല്ലാം ശബരീനാഥൻ അസ്വസ്ഥനാണ്. പക്ഷെ കാർത്തികേയന്റെ മകൻ അങ്ങനെ കോൺഗ്രസ് വിടുമോ എന്ന സംശയം ഉയർത്തുന്നവരുമുണ്ട്. ഏതായാലും തരൂരും ശബരീനാഥനും ഒക്കെ പാർട്ടി വിട്ടാൽ അതിന്റെ ക്ഷീണം മാറ്റുവാൻ കോൺഗ്രസിന് നല്ലോണം വിയർക്കേണ്ടി വരും.